Welcome to Kegzi Food Corner. Discover authentic Malabar and Kerala recipes. New videos every week. Subscribe and join us. ഹായ് എല്ലാവർക്കും കേക്സി ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗീ കേക്ക് ആണ്. ബേക്കറിയിലെല്ലാം കിട്ടുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഗീ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഫസ്റ്റ് പരിചയപ്പെടുത്താം. 4 എഗ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ നമുക്കിത് ഞാൻ മൈദ എടുത്തിരിക്കുന്നത് 175 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ഷുഗർ പൗഡർ എടുത്തിരിക്കുന്നത് 180 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. അതുപോലെ ബേക്കിംഗ് പൗഡർ വേണം. ഗീ ഹാഫ് കപ്പാണ് വന്നിരുന്നത്. ഒരു പിഞ്ച് ഉപ്പ് വേണം. അതുമാതിരി തന്നെ വാനില എസൻസും വേണം. നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് കാണിച്ചു തരാം. അതിനു വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യണം. അതിന്റെ ഓരോ അളവും ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. ഇത് ടോട്ടൽ 175 ഗ്രാം മൈദയാണ്. ബേക്കിംഗ് പൗഡർ ഹാഫ് ടീസ്പൂൺ ആണ്. ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയുടെ ആവശ്യം നമുക്ക് ഗീ കേക്കിനില്ല. ഹാഫ് ടീസ്പൂൺ. കാ ടീസ്പൂൺ ജസ്റ്റ് ഉപ്പ്. കാ ടീസ്പൂണിന്റെ അത്ര വേണ്ട ആവശ്യമില്ല. ഈ ഒരു പിഞ്ച് ഉപ്പ് മാത്രം മതി. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അരിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതിൽ വരുന്ന ക്രംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അരിച്ചെടുക്കുന്നത്. അപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് എല്ലാം നമ്മൾ അരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എഗ്ഗ് ബീറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എടുക്കാം. അതിൽ 4 എഗ്ഗാണ് നമുക്ക് വേണ്ടത്. ഞാൻ ഈ ഇത് ടിന്നെടുക്കുന്നത്, അതായത് നമുക്ക് ബാറ്റർ ഒഴിക്കാനുള്ള ടിൻ എടുക്കുന്നത് 8 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ്. കാരണം വെച്ചാൽ എനിക്ക് വീട്ടിൽ ഓൾറെഡി എന്തുണ്ട്, കേക്ക് ഞാൻ ബേക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ കേക്ക് ടിന്നാണ് യൂസ് ചെയ്തത്. നമുക്ക് സാധാരണ വീടുകളിലൊന്നും ചിലപ്പം കേക്ക് ടിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ബിരിയാണി പോട്ട് നമുക്ക് നോർമലി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, നോൺ സ്റ്റിക്കിന്റെ. അത് വെച്ച് നമുക്ക് ഇതിൽ തന്നെ ഉണ്ടാക്കാം. ഗ്യാസ് സ്റ്റവ് തന്നെ നമുക്ക് ഉണ്ടാക്കാം ഈസി ആയിട്ട്. ഇതേ മെത്തേഡ് തന്നെ. 4 എഗ്ഗ്, വാനില എസൻസ് വരുന്ന ഹാഫ് ടീസ്പൂൺ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ഒരു 2 സെക്കൻഡ്സ് ആകുമ്പോഴത്തേനും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തും. അതിനുശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഷുഗർ പൗഡർ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഷുഗർ പൗഡർ ആഡ് ചെയ്യുമ്പോൾ പാർട്ടായിട്ട് വേണം ആഡ് ചെയ്യാൻ. ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കൺസിസ്റ്റൻസി എന്തായി നഷ്ടപ്പെട്ടു പോകും. അപ്പം പാർട്ടായിട്ട് ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാണേ. ഓവൻ പ്രീഹീറ്റിന് വെക്കണം. നമുക്കിത് ബീറ്റ് ചെയ്ത് വരുന്നതിന്റെ സമയത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രീഹീറ്റിന് വേണ്ടി OTG വെക്കണം. പ്രീഹീറ്റിന് വെക്കേണ്ടത് 10 മിനിറ്റ് ആണ്. 10 മിനിറ്റിൽ നമുക്ക് ടൈം വരുന്നത് 10 മിനിറ്റും ഡിഗ്രി വരുന്നത്, സെൽഷ്യസ് വരുന്നത് ഒരു 180 ഡിഗ്രിയിലാണ് എന്ത് വെക്കേണ്ടത്, ടെമ്പറേച്ചർ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് തന്നെ പ്രീഹീറ്റിന് വേണ്ടി അതിന്റെ കൂടെ തന്നെ വെക്കാം. അപ്പൊ നമ്മൾ ഈ 4 എഗ്ഗ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്ലഫി ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ആഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് പാർട്ടായിട്ട് വേണം ആഡ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ ഫ്ലഫി ആയതെല്ലാം എന്താവും, പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ കുറച്ച് ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പാല് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഹാഫ് കപ്പ് പാല് നമ്മൾ എന്തുണ്ടാവും, ഇതിലേക്ക് ആഡ് ചെയ്യണം. സ്പീഡ് കുറച്ചിട്ട് സാവകാശം നമ്മൾ എന്ത് ചെയ്താൽ മതി, മൈദ ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗീ എടുത്തിരിക്കുന്നത് ഹാഫ് കപ്പാണ്. ഈ ഹാഫ് കപ്പും നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ചെറിയ പാർട്ടായിട്ട് നമുക്ക് ആഡ് ചെയ്ത് ചെയ്യാം. ഗീ ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചതാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പം എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആഡ് ചെയ്ത് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ട് ഒന്ന് ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് ക്ലോക്ക് വൈസിലേക്കും പിന്നെ ആന്റി ക്ലോക്ക് വൈസിലേക്കും ആക്കണം. എന്നാൽ മാത്രമേ കറക്റ്റ് അല്ല നമ്മൾ പെട്ടെന്ന് വെച്ച് കയ്യിൽ ഈ പറയുന്ന എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് കറക്റ്റ് സ്പീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കൺസിസ്റ്റൻസി എല്ലാം പെട്ടെന്ന് തന്നെ താഴ്ന്നു പോകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ഈ ബാറ്ററി എന്ത് ചെയ്യാണ് 8 ഇഞ്ചിന്റെ ടിന്നിലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഇതില് ബബിൾസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ബബിൾസ് എന്തായും ബ്രേക്ക് ആവും. അപ്പോൾ ടാപ്സ് ചെയ്ത് കൊടുക്കുക 2-3 വട്ടം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്ക് എടുത്തിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ള ബബിൾസും കൂടി എന്താവും കട്ടായിക്കോളും. അപ്പൊ നമ്മുടെ ഗീ കേക്കിനുള്ള ബാറ്ററി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, OTG ചേഞ്ച് ചെയ്താൽ മതി. ഇത് നമ്മൾ വെക്കേണ്ടത് 40 ടൈമാണ് വരുന്നത്. ടെമ്പറേച്ചർ 180 ഡിഗ്രിയിൽ 40 ആണ് ടൈം വരേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പോ പ്രീഹീറ്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 10 മിനിറ്റ്. ഇപ്പം തന്നെ അത് കറക്റ്റ് ആവും. ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ബാറ്ററി നമുക്ക് ആഡ് ചെയ്യാം. ഈ ബബിൾസ് എല്ലാം പോയി എല്ലാം ബാറ്ററി എല്ലാം സെറ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മോൾഡ് OTG ചേഞ്ച് ചെയ്യാണ്. അപ്പൊ നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ഗീ കേക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന ബാറ്ററി എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന്റെ കേസ് നമുക്കിപ്പോൾ എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ 40 മിനിറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിനു ശേഷം കട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതെല്ലാം ചൂടാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യാം, ഇത് റിമൂവ് ചെയ്യാം. അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗീ കേക്ക് കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ് ഉണ്ട് എന്നുള്ളത്. നമ്മളെ ഗീ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു സോഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ എടുക്കുമ്പോൾ തന്നെ അത് എന്തായിട്ട് പോകുന്നുണ്ട്, ബ്രോക്കൺ ആയി പോകുന്ന ലെവലിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് നമ്മൾ ആ 4 എഗ്ഗ് എടുത്ത് നമ്മൾ ഉണ്ടാക്കിയ ഗീ കേക്ക് റെഡിയാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നാളെ റംസാൻ സീരീസിന് ബേസ് ചെയ്തിട്ട് കുറച്ച് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്ന് ഫസ്റ്റ് ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഗീ കേക്കിൽ സ്റ്റാർട്ട് ചെയ്തത്. നാളെ മുതൽ മലബാറിന്റെ സ്പെഷ്യൽ ഐറ്റംസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.